ശ്രീലങ്കയിലെ തമിഴ് ഭൂരിപക്ഷ പ്രദേശവും തമിഴ് പുലികളുടെ ശക്തികേന്ദ്രവുമായ ജാഫ്നയിലേക്ക് ഭക്ഷണവും മരുന്നും മറ്റവശ്യ വസ്തുക്കളും എത്തിക്കാനുള്ള തീരുമാനം ഇന്ത്യ വിജയകരമായി നടപ്പാക്കി. ശ്രീലങ്കയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു അത്. ശ്രീലങ്കൻ സൈന്യത്തെ ചൊടിപ്പിക്കും വിധം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ജാഫ്നയ്ക്ക് മുകളിൽ പറന്നെത്തി. കൊണ്ടുവന്ന 25 ടൺ സാധനങ്ങൾ അവരുദ്ദേശിച്ച സ്ഥലത്തെത്തിക്കുകയും ചെയ്തു. ഇന്ത്യൻ സേന ജാഫ്നയിൽ സഹായമെത്തിക്കാൻ തുടങ്ങിയതോടെ ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനെ ജാഫ്നയിലെ സൈനിക നടപടി നിർത്താൻ ഉത്തരവിടുകയാണുണ്ടായത്. അങ്ങനെ ശ്രീലങ്കൻ പ്രശ്നത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആദ്യഘട്ടത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കലാശിച്ചു. ശ്രീലങ്കൻ സൈന്യമുയർത്തിയ വലിയ വെല്ലുവിളിയിൽ നിന്നും പ്രഭാകരൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ശ്രീലങ്കൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ പക്വമായ പ്രതികരണം രാജീവ് ഗാന്ധിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതായിരുന്നു. ശ്രീലങ്കൻ സർക്കാരിനും LTTEക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പ് രൂപപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനായി. ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനെയാകട്ടെ ഇന്ത്യ നടത്തിയ നീക്കത്തെ എതിർക്കാത്തതിന്റെ പേരിൽ സ്വന്തം സർക്കാരിൽ നിന്നുപോലും കടുത്ത എതിർപ്പ് നേരിട്ടു. ഇന്ത്യൻ സർക്കാരും ശ്രീലങ്കൻ സർക്കാരും LTTEയും ഉൾപ്പെടുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുത്തിയാൽ അതിനോട് സഹകരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശ്രീലങ്കയിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ LTTE അപ്രതീക്ഷിതമായി നടത്താറുള്ള മിന്നലാക്രമണങ്ങൾക്ക് ഒരവസാനമുണ്ടാക്കാനെങ്കിലും ഇതുകൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതേസമയം ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ സഹായത്തോടെ തമിഴ് ഈഴം സ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രഭാകരൻ. ഒടുവിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചയിൽ ഒരു മധ്യസ്ഥത സ്വീകരിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ ശ്രീലങ്കയുടെ ഭരണാധികാരികളുമായി ചർച്ച നടത്തി. ശ്രീലങ്കൻ സൈന്യം ജാഫ്നയിൽ നിന്നും ശ്രീലങ്കയുടെ വടക്കുഭാഗത്തുള്ള തമിഴ് ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും പിന്മാറണമെന്ന് അവരാവശ്യപ്പെട്ടു. അത് ചെയ്യണമെങ്കിൽ ആദ്യം LTTE അവരുടെ ആയുധങ്ങൾ താഴെ വയ്ക്കണമെന്നും സായുധ കലാപത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നുമാണ് ശ്രീലങ്കയുടെ ആവശ്യം. ഇക്കാര്യത്തെക്കുറിച്ച് പ്രഭാകരനുമായി ചർച്ചകൾക്കായി രാജീവ് ഗാന്ധി പ്രഭാകരനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരാനായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അയച്ചിരുന്നു. ജാഫ്നയിലെ സൂതുമലൈ അമ്മൻ കോവിലിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ നിന്ന് പ്രഭാകരനെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പറന്നുയർന്നു. ഡൽഹിയിലെ അശോക ഹോട്ടലിലാണ് പ്രഭാകരന് താമസമൊരുക്കിയത്. പ്രഭാകരനൊപ്പം LTTEയുടെ യുവ നേതാവ് ദിലീപനും പ്രഭാകരന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ആന്റൺ ബാലശിംഗവും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അതവർക്ക് പരിശോധനയ്ക്കായി കൊടുത്തു. ഇത് 2 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കരാറാണ്. നിങ്ങളിതിൽ വലിയ ഭേദഗതിയൊന്നും വരുത്താതെ അംഗീകരിക്കുമെന്ന് കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര തമിഴ് ഈഴമെന്ന സ്വപ്നവുമായി വന്ന പ്രഭാകരനെ ഞെട്ടിക്കുന്നതായിരുന്നു അയാൾക്ക് മുന്നിലെത്തിയ ആ കടലാസ്. ഈഴത്തെക്കുറിച്ചുള്ള ആലോചനകളില്ലെന്നും LTTE സായുധ പോരാട്ടത്തിൽ നിന്നും പിന്മാറുമെന്നുമാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ. ആയുധം ഉപേക്ഷിക്കുകയെന്നാൽ LTTE സംബന്ധിച്ചിടത്തോളം സംഘടന പിരിച്ചുവിടുന്നത് പോലെയാണ്. കരാറിലെ വ്യവസ്ഥകൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പ്രഭാകരൻ പറഞ്ഞു. 15 വർഷം കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പടുത്തതാണ് ഈ പ്രസ്ഥാനം. തമിഴ് മക്കളുടെ ചോരയിൽ പടുത്തുയർത്തിയത്. 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതുപേക്ഷിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? പ്രഭാകരൻ ചോദിച്ചു. ഞങ്ങളുടെ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് അവരുടെ സമ്മതം വാങ്ങാതെ ഞങ്ങൾ ഇതിലെ ഒരു വാക്കും അംഗീകരിക്കില്ല, പ്രഭാകരൻ പറഞ്ഞു നിർത്തി.
ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ വ്യവസ്ഥകളിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ലെന്ന പ്രഭാകരന്റെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി JN ദീക്ഷിത്തിനെ ചൊടിപ്പിച്ചു. വളരെ പരുഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ കരാറുമായി ഞങ്ങൾ മുന്നോട്ടു പോകും. നിങ്ങൾ ഇതിനോട് സഹകരിക്കാൻ ഒരുക്കമല്ലെങ്കിൽ പിന്നീട് നിങ്ങളെ നേരിടാൻ പോകുന്നത് ഇന്ത്യൻ സേനയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന കാര്യം മറക്കണ്ട. ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്കിവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. ഒരു താക്കീതെന്നോണം ദീക്ഷിത് കൂട്ടിച്ചേർത്തു. നിങ്ങളെ ഞാൻ തകർത്ത് കളയുമെന്നായിരുന്നു ഇതിനോടുള്ള പ്രഭാകരന്റെ പ്രതികരണം. വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് ചർച്ചകൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ ആന്റൺ ബാലശിംഗം ഇരുവരുടെയും സംസാരം അധികം മുന്നോട്ട് കൊണ്ടുപോകാതെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇക്കാര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MGRന്റെ അഭിപ്രായം കൂടി തേടാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തന്നെ പിന്നിൽ നിന്നും കുത്തിയതുപോലെയാണ് പ്രഭാകരന് തോന്നിയത്. തമിഴ് ഈഴം സാധ്യമാക്കാൻ പോവുകയാണെന്ന പ്രഭാകരന്റെ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. പ്രഭാകരനെ സമ്മർദ്ദത്തിലാക്കരുതെന്ന് MGR അഭിപ്രായപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് പരിമിതിയുണ്ടെന്ന കാര്യം MGRന് അറിയാം. ഈ ചർച്ചകൾ തുടരാൻ താൽപ്പര്യമില്ലെന്നും തനിക്ക് മടങ്ങിപ്പോയാൽ മതിയെന്നും പ്രഭാകരൻ അറിയിച്ചു. ശാന്തനായിരിക്കാനും ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഡൽഹിയിൽ തുടരാനും MGR പ്രഭാകരനെ ഉപദേശിച്ചു. വീണ്ടും ചർച്ചകൾ നടന്നു. സായുധ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇന്ത്യയുടെ പ്രതിനിധികൾ പ്രഭാകരനോട് പലതവണ ആവശ്യപ്പെട്ടു. ഇതിനു മുൻപ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം തടസ്സമായത് ഈഴത്തിനു വേണ്ടിയുള്ള കടുംപിടുത്തമാണെന്നും ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ ജീവിതത്തെ അത് കൂടുതൽ വേദനാഭരിതമാക്കിയിട്ടേയുള്ളൂവെന്നും അവർ പറഞ്ഞു നോക്കി. ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ മേഖലകളെ ഒരുമിപ്പിക്കാനുള്ള ഒരു നീക്കത്തെയും താൻ അനുകൂലിക്കില്ലെന്ന് പ്രഭാകരൻ ആവർത്തിച്ചു. ജാഫ്നയിലും മറ്റ് തമിഴ് മേഖലകളിലും നിലനിൽക്കുന്ന സൈനിക ക്യാമ്പുകളെല്ലാം നീക്കം ചെയ്യുന്നതുവരെ ഒരൊത്തുതീർപ്പിലും ഒപ്പുവെക്കില്ല, പ്രഭാകരൻ തീർത്തു പറഞ്ഞു. ചർച്ചകളിൽ ഒരു തീരുമാനവുമാകാതെ പ്രഭാകരൻ ജാഫ്നയിലെ തന്റെ താവളത്തിലേക്ക് മടങ്ങി. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒടുവിൽ പ്രഭാകരന്റെ സമ്മതമില്ലാതെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തയ്യാറായി. LTTE ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലയ്ക്ക് ഇന്ത്യ ശ്രീലങ്കയുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടി വന്നു. അതുപ്രകാരം ശ്രീലങ്കൻ സേന ജാഫ്നയിൽ നിന്നും വടക്കൻ ശ്രീലങ്കയിലെ തമിഴ് മേഖലകളിൽ നിന്നും പിൻവാങ്ങും. പകരം ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഇന്ത്യ ആ പ്രദേശങ്ങളിൽ വിന്യസിക്കും. ഇതാണ് കരാർ. തുടക്കത്തിൽ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്നൊരു സൂചന LTTE നൽകിയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. 1987 ജൂൺ 29 ശ്രീലങ്കയിൽ വെച്ച് കരാർ ഒപ്പിടാനാണ് തീരുമാനം. കരാറിൽ ഒപ്പിടുന്ന കക്ഷികൾക്കല്ലാതെ മറ്റാർക്കും ഇതിലിടപെടാൻ അവസരമില്ലെന്ന ഒരു ധാരണ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമുണ്ട്. ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രഭാകരന്റെ പിന്തുണ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്.
ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെത്തി. ശ്രീലങ്കയിലെ തമിഴ് വംശജർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തിന്റെ ശുഭപ്രതീക്ഷ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. പ്രസിഡന്റ് ജയവർദ്ധനെ ഒഴികെ ശ്രീലങ്കയിൽ ആരും ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിൽ വിന്യസിക്കുന്നതിനോട് യോജിച്ചിരുന്നില്ല. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി രണസിംഗെ പ്രേമദാസ സമാധാന കരാറിൽ ഒപ്പിടുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ പ്രതിഷേധം രാജീവ് ഗാന്ധിയെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മേൽ ചെലുത്തിയ സമ്മർദ്ദവും അതിനെ തുടർന്ന് രൂപപ്പെടുത്തിയ സമാധാന കരാറും ശ്രീലങ്കയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളെ വല്ലാതെ രോഷത്തിലാഴ്ത്തിയിരുന്നു. രാജ്യത്തുടനീളം അമർത്തിപ്പിടിച്ച അമർഷത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അന്തരീക്ഷം. ജൂൺ 27 വിദേശ സന്ദർശനങ്ങളിൽ പതിവുള്ള ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനായി പോയപ്പോഴാണ് രാജീവ് ഗാന്ധി ശ്രീലങ്കക്കാർക്ക് തന്നോടുള്ള പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സൈനികരുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. പെട്ടെന്ന് സൈനികർക്കിടയിൽ നിന്ന് ഒരു യുവാവ് മുന്നോട്ട് വന്നു. അയാൾ തന്റെ തോക്കിന്റെ പാത്തി ഉയർത്തി രാജീവ് ഗാന്ധിയുടെ നേർക്ക് ആഞ്ഞുവീശി. അവിചാരിതമായിരുന്നു ആ ആക്രമണം. അദ്ദേഹം പെട്ടെന്ന് തന്നെ മുന്നോട്ട് കുനിഞ്ഞ് ഒഴിഞ്ഞുമാറി. എങ്കിലും അദ്ദേഹത്തിന്റെ തോളിന് അടിയേറ്റു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. ആക്രമണം നടത്തിയ യുവസൈനികനെ പിടികൂടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വിജിതാരോഹണ വിജയമുനി എന്ന യുവ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു രാജീവ് ഗാന്ധിയെ ആക്രമിച്ചത്. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച സമാധാന കരാറിനോടുള്ള തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് അയാൾ പിന്നീട് വെളിപ്പെടുത്തി. ഇങ്ങനെ ചെയ്യുമ്പോൾ താൻ കൊല്ലപ്പെടാനാണ് സാധ്യതയെന്ന് അറിയാമായിരുന്നുവെന്നും അയാൾ കൂട്ടിച്ചേർത്തു. മരിക്കേണ്ടി വന്നാലും തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് അയാൾ കരുതി. ആശങ്കകൾ നിറഞ്ഞ മനസ്സും പരിക്കേറ്റ ശരീരവുമായി രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ വടക്കൻ ശ്രീലങ്കയിൽ വിന്യസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രഭാകരന് ഒന്നിനോടും യോജിപ്പുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ നീക്കത്തിലുള്ള കടുത്ത അതൃപ്തി അദ്ദേഹം പരസ്യപ്പെടുത്തുക തന്നെ ചെയ്തു. ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ നിലവിൽ വന്ന് ആഴ്ചകൾക്ക് ശേഷം ജാഫ്നയിലെ സൂതുമലൈ അമ്മൻ കോവിലിന് മുന്നിൽ പ്രഭാകരൻ തന്റെ പ്രവർത്തകരെയും അണികളെയും വിളിച്ചുകൂട്ടി. തമിഴ് ഈഴത്തിൽ അംഗങ്ങളായുള്ള എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പ്രഭാകരൻ പറഞ്ഞു തുടങ്ങി. നമുക്ക് ചിന്തിക്കാൻ പോലും അവസരം കിട്ടാത്ത വിധത്തിൽ വളരെ പെട്ടെന്നാണ് ഈ മാറ്റമുണ്ടായത്. തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും ഇന്ത്യയും ശ്രീലങ്കയും കൂടി രൂപപ്പെടുത്തിയ ഒത്തുതീർപ്പ് കരാർ തന്നെ കാണിച്ചതുമായ കാര്യങ്ങൾ പ്രഭാകരൻ വിശദമാക്കി. ആ കരാറിലെ വ്യവസ്ഥകളോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇത് നമ്മളോട് ആലോചിച്ചുണ്ടാക്കിയ ഒരു കരാറല്ല. നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ അവരെന്നോട് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പും തരാതെ നാം ആയുധം താഴെ വയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയും ശ്രീലങ്കയും അവരുടെ താൽപര്യത്തിനനുസരിച്ചുണ്ടാക്കിയ ഒരു കരാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എതിർപ്പുകളെ അവർ വകവെച്ചില്ല. നമുക്കാലോചിക്കാൻ പോലും അവസരം തരാതെ അവരാ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇനി നാം എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. തന്നെ കേൾക്കാനെത്തിയ 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു നിർത്തി. അയാളുടെ ഉള്ളിൽ ചില ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു.